പ്രൈസ് ലോർഡ്. ക്രൈസ്റ്റ് മീഡിയ യൂട്യൂബ് ദൈവം സേവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തു നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. പ്രിയരെ, ദാനിയേലിനെ സിംഹത്തിൻ്റെ ഗുഹയിൽ നിന്ന് കൊണ്ടുവന്ന കർത്താവ്, പുറത്തെടുത്ത കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും, ദാനിയേൽ ആരാണ്? ദാനിയേൽ എന്ത് ചെയ്യുക? ഒരു ഇസ്രായേലാണ്. ഒരു യെരൂശലേമിൽ താമസിച്ചുകൊണ്ടിരുന്ന ദൈവത്തിൻ്റെ ഭക്തനായ മനുഷ്യനാണ്. പക്ഷേ അവർ സ്വന്തം ദേശത്ത് താമസിക്കുന്ന സമയത്ത് നെബൂഖദ്നേസർ രാജാവ് ഈ ദേശത്തെ പിടിച്ചടക്കുകയും ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും ദാനിയേലിനെയും ബന്ദികളാക്കി ബാബേലിലേക്ക് കൊണ്ടുപോയി. അവരെ അവിടേക്ക് കൊണ്ടുപോയി അവിടുത്തെ പേര് അവർക്ക് നാമകരണം ചെയ്തു. ദാനിയേലിന് ബെൽസസർ എന്ന പേര് ലഭിക്കാനിടയായി. നോക്കുക, സ്വന്തം ദേശത്ത് നിന്ന് മറ്റു ദേശത്തേക്ക് പോകുമ്പം അവൻ്റെ പേരിന് ചേഞ്ച് ചെയ്തു. അപ്പോൾ ദാനിയേലൊന്നും പറഞ്ഞില്ല. പേരിന് ചേഞ്ച് ചെയ്തപ്പോൾ എന്തിനാ ദാനിയേൽ പേര് മാറ്റണമെന്ന് പറഞ്ഞില്ല. പക്ഷെ കാരണം പുറമേ ഉള്ളതാണ് പേര്. 2 എന്ന് പറയുന്നത് രാജാവ് കഴിക്കുന്ന ഭോജനവും രാജാവ് കുടിക്കുന്ന വീഞ്ഞും കൊടുക്കുവാൻ രാജാവ് കൽപ്പിച്ചു. നോക്കുക, പേര് മാറ്റിയപ്പോൾ എന്ത് ചെയ്തില്ല? ദാനിയേലൊന്നും പറഞ്ഞില്ല. അത് പേര് മാറ്റിയാലും അവൻ്റെ പേര് ദാനിയേൽ തന്നെയാണ്. അതിനെന്ത് ചെയ്തില്ല? അത് ദാനിയേലിനെ ബാധിക്കുന്ന വിഷയം. എന്നാൽ ഭോജനം കൊണ്ടും വീഞ്ഞും കൊണ്ടും രാജാവിൻ്റെ കൊട്ടാരത്തിലെ ആഹാരം എന്ത് ചെയ്ത അത് മേച്ചമാണ്. അതായത് ദൈവത്തിൻ്റെ മക്കൾ, ദൈവദാസന്മാർ എന്തില്ല, ഈ രാജാവ് കഴിക്കുന്ന ഫുഡ്, അതായത് അടിമദേശത്തായിരിക്കുമ്പോൾ അവർ കഴിക്കുന്ന ഫുഡ്, അവരുടെ മാംസ ഫുഡുകൾ, അവരുടെ വീഞ്ഞുകൾ എന്ത് ചെയ്യാൻ പാടില്ല? കുടിക്കാൻ പാടില്ല. കാരണം ബാബേൽ എന്ന് പറയുന്ന ഒരു അടിമദേശമാണ്. അവിടെ ദേവന്മാരെ സേവിച്ചിട്ട് അവർക്ക് വെക്കുന്ന മൃഷ്ടാന ഭോജനമാണ്. അതെന്ത് ചെയ്യാൻ പാടില്ല? ദൈവഭക്തന്മാർ കഴിക്കാൻ പാടില്ല. അത് മനസ്സിലാക്കിയ ദാനിയേൽ പറയുകയാണ്, ഞങ്ങൾക്ക് അങ്ങയുടെ ഭോജനമോ അങ്ങയുടെ വീഞ്ഞോ ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങളെ തന്നെ അശുദ്ധമാക്കുവാൻ ഞങ്ങൾ തയ്യാറല്ലെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ഇവർ കഴിക്കണം നിർബന്ധിക്കും. പറയുകയാണ്, അതേ രാജാവേ, നിങ്ങൾ നോക്ക്, നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഭോജനം നിങ്ങൾ കൊടുക്കുക, മറ്റുള്ളവർക്ക് കൊടുക്കുക. ഞങ്ങളെ എന്ത് ചെയ്യുക? ഇത് ഞങ്ങൾക്ക് വേണ്ട. നിങ്ങൾ ഞങ്ങളെ തമ്മിൽ ഒത്തു നോക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു? രാജാവ് 10 ദിവസം കഴിഞ്ഞപ്പോൾ ഇവരെ നോക്കിയപ്പോൾ രാജാവിൻ്റെ ഭോജനം കഴിക്കാത്ത, രാജാവിൻ്റെ വീഞ്ഞ് കുടിക്കാത്ത ഈ ദൈവഭക്തന്മാരുടെ മുഖം എന്ത് ചെയ്തു? ശോഭിച്ചിരിക്കുവാനിടയായി. സ്തോത്രം. പ്രിയരെ, നാം പല ദേശത്തും പല സ്ഥലത്തുമൊക്കെ ആയിരിക്കും. എന്നാൽ എന്ത് ചെയ്യരുത്? നമ്മെ തന്നെ ആ രാജ്യത്തിൻ്റെ ആഹാരമോ ആ രാജ്യത്തിൻ്റെ ഫുഡോ അവരുടെ ദേവന്മാരെ ഭജിച്ചതോ എന്നിവ നാം കഴിച്ച് നമ്മളെ എന്തിനാ അശുദ്ധമാക്കരുത്. ദൈവമക്കൾ വേർപെട്ടവരാണ്, ദൈവദാസന്മാർ വേർപെട്ടവരാണ്, ദൈവത്തിന് വേണ്ടി നിൽക്കേണ്ടവരാണ്. നിങ്ങൾ എന്ത് ചെയ്യരുത്? ആഹാരം കൊണ്ടോ അവിടെ വെള്ളം കൊണ്ടോ നിങ്ങൾ നിങ്ങളെ അശുദ്ധമാക്കരുത്. ഇവിടെ ദാനിയേൽ എന്ത് ചെയ്തു? അവർ ദൈവത്തിൻ്റെ മക്കളാണെന്ന് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ട് ഇതവരെ അശുദ്ധിയിലേക്കും അല്ലല്ല ദൈവത്തിൻ്റെ കൽപ്പനകളെ തെറ്റിക്കും എന്ന് മനസ്സിലാക്കിയപ്പോൾ അവരെന്ത് ചെയ്തു? അത് അവർ നിരസിക്കുവാനിടയായി. രാജാവിൻ്റെ മുമ്പിൽ നിരസിക്കുന്ന ഓർക്കണം കേട്ടോ. ഇവരെക്കാൾ വലിയ ആ രാജ്യത്തിൻ്റെ വലിയ രാജാവായ നെബൂഖദ്നേസർ രാജാവ് കൊടുക്കുന്ന ഹല്ലേലൂയ ആഹാരവും വെള്ളവുമാണ് അവര് അവർക്ക് വേണ്ടെന്ന് അവർ പറഞ്ഞത്. അതാണ് അവർ വാങ്ങിക്കാതിരുന്നത് കേട്ടോ. നാമും എന്ത് ചെയ്യണം? ഒരുപക്ഷെ ചില നിയമങ്ങളൊക്കെ നമുക്ക് നേരെ വരും. എങ്കിലും എന്ത് ചെയ്യുക? ഭയപ്പെടാതെ എന്ത് ചെയ്യണം? ഉറച്ചു നിന്നോട് പറയണം, എനിക്ക് ഇത് ദൈവത്തിന് ഇഷ്ടമല്ല, ഇത് ദൈവവചന പ്രകാരം തെറ്റാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണം? എനിക്കിത് വേണ്ട. അത് രാജാവാണെങ്കിലും മന്ത്രിയാണെങ്കിലും മക്കളാണെങ്കിലും ആരാണെങ്കിലും എന്ത് ചെയ്യണം? ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നാം ചെയ്യുവാനിടയാകും. 1 ഇവിടെ ദാനിയേൽ അങ്ങനെ ചെയ്ത് 10 ദിവസം വരെ പരീക്ഷിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഇവർക്ക് ഒത്തുനോക്കി. ഇവർക്ക് എന്തില്ല? രാജഭോജനം കഴിച്ച വന്ന ബാലന്മാരുടെ അധികം അഴകുള്ളതും മാംസപുഷ്ടിയുള്ളതും എന്ന് കണ്ടു. അങ്ങനെ എന്ത് ചെയ്തു? അവർക്ക് വീഞ്ഞും നീക്കി
വീഞ്ഞു ഭോജനം നീക്കി അവർക്ക് എന്ത് ചെയ്തു? നോർമലായിട്ടുള്ള ഫുഡ് കൊടുത്തു. അങ്ങനെ ഈ 4 ബാലന്മാർക്ക് ദൈവ സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയിലും സാമർത്ഥ്യം കൊടുത്തു. ദാനിയേൽ സകല ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ച് വിവേകിയായി. നോക്കുക, ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് ചേർന്ന ദൈവിക വിശുദ്ധിക്ക് ചേർന്ന മനുഷ്യർക്കാണ് എന്ത് കൊടുത്തത്? ജ്ഞാനം, സകല വിദ്യ, നിപുണത, സാമർത്ഥ്യം എല്ലാം കൊടുത്തത്. ദാനിയേലിനും സകല ദർശനങ്ങളും സ്വപ്നങ്ങളും സംബന്ധിച്ച് എന്ത് ചെയ്തു? വിവേകിയായിരുന്നു. അപ്പോൾ സ്വപ്നങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവർക്ക്, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവർക്ക് ദൈവം എന്ത് ചെയ്യും? അവർക്ക് ദൈവജ്ഞാനം കൊടുക്കുവാൻ ഇടയാകും. അത് കഴിഞ്ഞ ശേഷം രാജാവ് ഒരു സ്വപ്നം കാണുകയാണ്. നമുക്കറിയാം, രാജാവ് സ്വപ്നം കണ്ടപ്പോൾ അവിടെയുള്ള ഈ രാജാവിൻ്റെ പ്രധാന അധ്യക്ഷന്മാരോടും അവിടെയുള്ള മന്ത്രിമാരോടും മന്ത്രവാദികളോടും ഒക്കെ എന്ത് ചെയ്തു? ഈ സ്വപ്നം പറയുവാൻ എന്ത് ചെയ്തു? രാജാവ് പറഞ്ഞു. പക്ഷെ എന്നാൽ എന്ത് ചെയ്യുക? ഇതാർക്കും കഴിഞ്ഞില്ല. മനുഷ്യരെ സേവിക്കുന്നവർക്ക് എന്ത് ചെയ്യത്തില്ല? വിവേചിക്കാൻ കഴിയത്തില്ല. മനുഷ്യനെ സേവിക്കുന്നവർക്ക് എന്ത് ചെയ്യത്തില്ല? ആത്മാവ് പറഞ്ഞു കൊടുക്കത്തില്ല. പക്ഷേ ദാനിയേൽ എന്ത് ചെയ്തു? ഈ സ്വപ്നത്തെ വിവരിക്കുവാൻ രാജാവ് ചോദിക്കുന്ന കാര്യം അല്പം പ്രയാസമുള്ളതാ. പക്ഷേ എന്ത് ചെയ്യുക? തിരുമനസ് ഞാൻ എന്ത് ചെയ്യുക? അറിയിക്കാം. മറ്റേത് ജനവാസമല്ലാത്ത ദേവന്മാർക്കല്ലാതെ മറ്റാർക്കും കഴിയുകയില്ലെന്ന്. ഇത് അപ്പം പറയുകയാണ്, ജനവാസമില്ലാത്ത ദേവന്മാർക്ക് അല്ലാതെ മറ്റാർക്കും കഴിയത്തില്ലെന്ന്. എന്നാൽ ദാനിയേലിനെ വിളിക്കുകയും ദാനിയേലിനെ സ്വപ്നം വ്യാഖ്യാനിക്കുകയും ചെയ്തു. നമുക്ക് 2-ാം വാക്യം വായിക്കുമ്പോൾ 2-ാം അധ്യായത്തിൽ നമുക്ക് കാണും. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവ സ്വർഗത്തിലുണ്ട്. അവന് ഭാവി കാലത്ത് സംഭവിക്കാനിരിക്കുന്നത് എന്ത് ചെയ്യും? അറിയിച്ചിരിക്കുന്നുവെന്ന്. അപ്പോൾ ഇവിടെ ദാനിയേലിനെ ദൈവം ദർശനം കൊടുത്തു. ഇതിൻ്റെ പൂർവ്വകാലങ്ങൾ മറഞ്ഞിരുന്നത് ദൈവം എന്ത് ചെയ്തു? ദാനിയേലിനെ വെളിപ്പെടുത്തി കൊടുത്തു. രാജാവിനോട് പറയുകയാണ്. ഇവിടെ ദാനിയേല് സ്വന്തം മഹത്വമല്ല, രാജാവ് എനിക്കിതറിയാം, ഞാൻ വിവരിച്ചല്ല പറഞ്ഞത്. ഇത് പറയും, രഹസ്യങ്ങളെ വെളിപ്പെടുത്തി ദൈവം ഉണ്ട്. ഹല്ലേലൂയ. ഭാവി കാലത്ത് സംഭവിക്കാനുള്ളത് എന്ത് ചെയ്യുക? അത് ഭാവി കാലത്ത് സംഭവിക്കാനുള്ളതാണ് ദൈവം രാജാവിനെ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ മഹത്വമാണ് വെളിപ്പെട്ടത്. നമുക്കറിയാം, 4 രാജ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ 3 മനുഷ്യനിർമ്മിതമായത്, 4-മത്തത് കളിമണ്ണ് കൊണ്ട് കളിമണ്ണ് രാജ്യത്തെക്കുറിച്ചും പറയുന്നുണ്ട്. എന്നാൽ 5-മത്തെ രാജ്യം പറയുന്നുണ്ട്, കൈ തൊടാത്തൊരു കല്ല് വന്ന് കളിമണ്ണിനെ തട്ടുമെന്നും ആ രാജ്യം നശിച്ചു പോകാൻ പറയുന്നത്. കൈ തൊടാത്ത കല്ലെന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. സ്തോത്രം. 3-മത്തെ അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ സ്വർണ്ണ വിഗ്രഹം ഉണ്ടാക്കി വെച്ചിരിക്കുകയല്ലേ? സ്വർണ്ണബിംബം, രാജാവിൻ്റെ ബിംബത്തെ ഉണ്ടാക്കി വെച്ചിട്ട് അവിടെയുള്ള സകല ജാതികളോട് പറഞ്ഞു, നിങ്ങൾ ഈ ബിംബത്തെ നമസ്കരിക്കണം. എന്നാൽ രാജാവ് പറഞ്ഞ് എന്ത് ചെയ്തില്ല? ഈ ബാലന്മാർ കേട്ടില്ല. അവർ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന തീരുമാനമെടുത്തത് കൊണ്ട് എന്ത് ചെയ്തു? അവരെ തീയിലേക്ക് വലിച്ച് നമുക്ക് കാണുവാൻ കഴിയും. അവിടെ നമുക്ക് ദാനിയേലിന്റെ വിഷയം മാത്രം എടുക്കാം. അതിനുശേഷം സ്വപ്നം ദാനിയേൽ വ്യാഖ്യാനം ചെയ്യുന്നു. പക്ഷെ ഇതൊക്കെ ഇഷ്ടപ്പെട്ട രാജാവിന്റെ പ്രധാനികളിൽ ഒരാളായി എന്ത് ചെയ്തു? ദാനിയേലിനെ കൊണ്ടുവന്ന് എന്ത് ചെയ്തു? മുൻപന്തിയിൽ കൊണ്ടുവന്നു. ഇത് ഇഷ്ടമല്ലാത്ത അവിടെയുള്ള രാജാവിന്റെ സേവകന്മാർ ദാനിയേലിനെ കുറ്റക്കാരനാക്കേണ്ടതിന് അവരെന്ത് ചെയ്തു? തിരിഞ്ഞു നിന്നു. അവരന്വേഷിച്ച് നടന്നു. ഏതെങ്കിലും ഒരു വിഷയത്തെ എന്ത് ചെയ്യണം? ഈ ദാനിയേലിനെ എന്ത് ചെയ്യണം? കുറ്റം വിധിച്ച് ഇവനെ എന്ത് ചെയ്യണം? സിംഹത്തിന്റെ കുഴിയിൽ ഇട്ട് കളയണം. അവിടെ രാജ്യമൊക്കെയും ഭരിക്കേണ്ടതിന് രാജ്യത്തിന്മേൽ 220 പ്രധാന ദേശാധിപതികളെയും അവിടെ മേൽ 3 അധ്യക്ഷന്മാരെ നിയമിക്കുവാൻ ദാരിയദാശന് ഇഷ്ടം തോന്നി.
ഈ 3 പേരിൽ പ്രധാനിയായിരുന്നു ആര്? ദാനിയേൽ. അപ്പോൾ ഈ അധ്യക്ഷന്മാരെ ഈ അടിമകളാക്കി ബന്ദികളാക്കി കൊണ്ടുവന്നവരെ എന്ത് ചെയ്യുക? രാജ്യം ഭരിക്കാൻ വേണ്ടി രാജാവ് എന്ത് ചെയ്തു? അവിടെ കരങ്ങളിൽ കൊടുത്തപ്പോൾ ആ ദേശത്തുള്ളവർക്ക് എന്ത് ചെയ്തില്ല? അത് ഇഷ്ടപ്പെട്ടില്ല. ആ രാജാവിൻ്റെ കൂടെയുള്ള ഭരണാധികാരികൾക്ക്, അവിടെയുള്ള ഭടന്മാർക്ക്, പ്രധാനികൾക്ക് എന്ത് ചെയ്തില്ല? ഈ ദാനിയേൽ ആ സ്ഥാനം കൊടുത്തത് എന്ത് ഇഷ്ടപ്പെട്ടില്ല. ദൈവത്തെ ആരാധിക്കുന്ന ദൈവം എന്ത് ചെയ്യുമോ? സ്ഥാനങ്ങൾ കൊടുക്കും. ദൈവത്തെ ആരാധിക്കുന്ന ഉയർച്ചയുണ്ട്, ദൈവത്തെ ആരാധിക്കുന്ന അനുഗ്രഹമുണ്ട്, ദൈവത്തെ ആരാധിക്കുന്ന വിടുതലുണ്ട്. പക്ഷെ എന്ത് ചെയ്യുക? ആരാധിക്കാത്തവന് അത് ഓർത്ത് അസൂയപ്പെട്ട് കാണും. കുഞ്ഞെ, നീ ദൈവ പൈതലാണെങ്കിൽ നീ പ്രാർത്ഥിച്ച നിന്റെ ജീവിതത്തിൽ വിടുതലുണ്ട്. അമ്മേ, മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഉയർച്ച ലഭിക്കും, പ്രാർത്ഥിക്കുന്ന ഉയർച്ചയുണ്ട്. അത് ഓർത്ത് നീ എന്ത് ചെയ്യുക? അസൂയപ്പെട്ട് കാര്യമില്ല. പ്രാർത്ഥിക്കുന്നവനും ദൈവത്തെ ആരാധിക്കുന്നവനും ദൈവനാമത്തിന് വേണ്ടി ദൈവ നിയമത്തിന് വേണ്ടി നിൽക്കുന്നവൻ എന്ത് ചെയ്യുക? ഉയർച്ചയുണ്ട്. പക്ഷേ എന്ത് ചെയ്യരുത്? അത് കണ്ട് നാം അസൂയപ്പെടരുത്. നീയും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുക, നിന്നെയും ദൈവം ഉയർത്തും. ദൈവത്തിന്റെ സന്നദ്ധ ചെല്ലുന്നവനാണ് ദൈവത്തിന്റെ അനുഗ്രഹമുള്ളത്. അവന്റെ ജീവിതത്തിലാണ് ദൈവിക വിടുതലുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യാം? ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ, ദൈവ കൽപ്പനകൾ അനുസരിച്ച് ദൈവത്തിന്റെ സന്നിധി വന്നിട്ട് എന്ത് ചെയ്യരുത്? പാപം ചെയ്യരുത്. ഐ മീൻ, ദൈവത്തിന് ഇഷ്ടമില്ല ചെയ്യരുത്. ഇവിടെ നെബൂഖദ്നേസർ രാജാവിന്റെ ബിംബം ഉണ്ടാക്കി വെച്ചു. അതായത് വലിയ രാജാവാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഒരു രാജാവാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് എന്ത് ചെയ്യുക? എനിക്ക് മനുഷ്യനെ ഭയപ്പെടാതെ ദൈവത്തെ ഭയപ്പെടുമെങ്കിൽ നിന്റെ ജീവിതത്തിൽ ദൈവം വ്യത്യാസങ്ങൾ നൽകും. ഇവിടെ നോക്കുക, ദാനിയേല് സ്വപ്നം കണ്ട് 4 മൃഗങ്ങളെ സ്വപ്നം കാണാൻ കഴിയും. എന്നാൽ ഹല്ലേലൂയ, അങ്ങനെ എന്ത് ചെയ്തു? ഇതെല്ലാം കണ്ട ദൈവം ദാനിയേലിനെ ഉയർത്തിക്കൊണ്ട് വന്നപ്പോൾ ആമേ എന്ത് ചെയ്യുക? ഹല്ലേലൂയ, ഇവിടെ അസൂയ തോന്നിയ ആമേ പ്രധാനികൾ ഒരു ഒരു കൽപ്പന പുറപ്പെടുവിക്കുക. എന്ത് ചെയ്യുക? 10 ദിവസത്തേക്ക് ഹല്ലേലൂയ ഈ രാജാവിനോടല്ലാതെ ആരോടെങ്കിലും പ്രാർത്ഥിച്ചു കഴിഞ്ഞ് എന്ത് ചെയ്യും? അപ്പോൾ ദാനിയേൽ പ്രാർത്ഥിക്കുന്നവനാണ് എന്നാണ് എന്തറിയാം? ഈ രാജാവിന് മാത്രമല്ല, ഇവിടെയുള്ളവർക്കും അറിയാം, ഈ പ്രധാനികൾക്കും അറിയാം ദാവീദിന്റെ ദാനിയേൽ പ്രാർത്ഥിക്കുന്നവനാണ്. അപ്പോൾ പ്രാർത്ഥിക്കുന്നവനെ കുരുക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? കെണികൾ ഒരുക്കുക. അവിടെ അവരെന്ത് ചെയ്തു? 10 ദിവസത്തേക്ക് അതായത് രാജാവിനോടല്ലാതെ ആരോടെങ്കിലും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവരെ എന്ത് ചെയ്യും? സിംഹത്തിന്റെ ഗുഹയിൽ ഇട്ട് കളയുവാൻ ഇവരെന്ത് ചെയ്യും? തക്കം പാർത്തുന്നപ്പോഴാണ് ദാനിയേൽ എന്ത് ചെയ്ത്? പ്രാർത്ഥിക്കുന്നത്. ദാനിയേൽ പ്രാർത്ഥിച്ചപ്പോൾ രാജാവിനോട് എന്ന് പറയുക, രാജാവേ, അങ്ങ് പറഞ്ഞ കൽപ്പന എന്ത് ചെയ്യുക? ഇവരെന്ത് ചെയ്തു? ദാനിയേൽ തെറ്റിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്യണം? അങ്ങ് കൽപ്പന പുറപ്പെടുവിച്ചല്ലേ? അങ്ങ് കൽപ്പന പുറപ്പെടുവിച്ച എന്ത് ചെയ്യും? അത് അങ്ങനെ തന്നെയല്ലേ ചെയ്യേണ്ടത്? അതുകൊണ്ട് ദാനിയേലിനെ എന്ത് ചെയ്യണം? സിംഹത്തിന്റെ ഗുഹയിലേക്ക് എടുത്തിടണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. രാജാവിന് എന്ത് ചെയ്തു? അത്യന്തം വിഷമിച്ചു. രാജാവിന് എന്ത് ചെയ്തു? ദാനിയേലിനെ രക്ഷിക്കുവാൻ മനസ്സ് വെച്ച് അവനെ രക്ഷിക്കുവാൻ സൂര്യൻ അസ്തമിക്കുവോളം പ്രയത്നിച്ചു. ഹല്ലേലൂയ. അമ്മേ, നമുക്ക് കാണുമെങ്കിൽ എന്നിട്ട് നോക്കുക, ദൈവത്തിന് വേണ്ടി നിന്നവനെയാണ്. ഹല്ലേലൂയ. ഇപ്പോൾ ഒരാൾ നമ്മുടെ ഭവനത്തിൽ പ്രാർത്ഥിക്കരുത്, നീ ആരാധനയ്ക്ക് പോകരുതെന്ന് പറഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിന് വേണ്ടി നീ നിന്നെ പ്രശ്നങ്ങൾ ദൈവം വിടുവിക്കത്തില്ല കേട്ടോ. അമ്മേ, ഒരാളെ പേടിച്ചിട്ട് ദൈവസന്നിധിയിൽ പോകാതിരുന്നാൽ, ഹല്ലേലൂയ, ദൈവത്തെ അറിഞ്ഞിട്ട് ദൈവത്തെ ആരാധിക്കാതിരുന്നാൽ, ഹല്ലേലൂയ, കുഞ്ഞ്, നീ ദൈവത്തിന് വേണ്ടി നിന്നാൽ നിന്നെ ഏത് പ്രശ്നം ദൈവം വിടുവിക്കും. അമ്മേ, നീ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവനാണ്. ദൈവ കൽപ്പനകളെ മറക്കാതെ മനുഷ്യൻ്റെ ഇഷ്ടങ്ങൾക്ക് അവൻ്റെ വാക്കുകൾക്ക് വേണ്ടി ദൈവ കൽപ്പനകളെ നീ മനസ്സാ വഹിക്കാതെ നീ മറുതലിച്ചാൽ എന്ത് ചെയ്യും? നിന്നെ ദൈവം സന്ദർശിക്കും. പക്ഷെ ഇവിടെ നോക്കുക, ദാനിയേലിനെ ദൈവം അനുവദിച്ചു കൊടുത്തു. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവനെ കഷ്ടങ്ങളിൽ കൂടെ കയറ്റി വിട്ടു. ഹല്ലേലൂയ. അവനെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, അവനെ അവിടെ നിന്ന് പുറത്തെടുക്കുകയും അവനെ ദൈവമാനം തെളിയിക്കുകയും ചെയ്യേണ്ടതിന് ഇവിടെ എന്ത് ചെയ്തു? ഹല്ലേലൂയ. രാജാവിന് ഭയങ്കര വിഷമമായി. രാജാവ് എന്ത് ചെയ്തു? രാജധാനി ഉപവസിച്ചു. നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ, നിനക്ക് വേണ്ടി പ്രവർത്തി ദൈവമുണ്ട് കേട്ടോ. അല്ല, ഇത് രാജാവാണ് നോക്കുക, ഇവരെ അടിമകളാക്കി കൊണ്ടുവന്നതാണ് കേട്ടോ. നിന്നോട് ചെറുക്കൻ നീ പ്രസാദം തോന്നിപ്പിക്കുമാറാക്കും. നീ ദൈവത്തിന് വേണ്ടി നിന്നാൽ ചിലർ നിന്നോട് പ്രസാദം തോന്നും, നിനക്ക് വേണ്ടി ചില ദൈവം ചെയ്യുവാനിടയാകും. നീ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറാകുമെങ്കിൽ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യും. നീ പ്രതികൂലമാണ്, ചിലർ നിനക്ക് അനുകൂലമായി വരും. ആമേൻ. അപ്രകാരം ദൈവം അത് ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ നോക്ക്, ദാനിയേലിന്റെ അടുത്ത് വന്നിട്ട് ഹല്ലേലൂയ, സിംഹങ്ങളുടെ ഗുഹയിൽ കിടന്ന് ദാനിയേലിന്റെ അടുത്ത് വന്നിട്ട് വിളിക്കുകയാണ്. ദാനിയേലിനെ നോക്കുക, ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ,
നീ ഇടവരാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ സിംഹങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. നോക്കൂ, രാജാവ് വന്ന് ചോദിക്കുകയാണ്. രാജാവിന് ദാനിയേൽ ദൈവത്തെ സേവിക്കുന്നവനാണെന്നും ജീവന ദൈവത്തിന് ദാസനാണെന്നും മനസ്സിലായ രാജാവ് വിളിക്കുകയാണ്, ദാനിയേലെ ഒന്ന് നോക്ക്, പേരെന്തോ ബെൽസസ്സാന്നാട്ടെ, പക്ഷെ എന്ത് ചെയ്തു? ആ പേര് വിളിക്കാൻ ദൈവം അനുവദിച്ചില്ല. അടിമകൾ നിനക്കിടുന്ന പേരുകൾ, മറ്റുള്ളവർ നിനക്കിടുന്ന പേരുകൾ വിളിക്കാൻ ദൈവം അനുവദിക്കത്തില്ല കേട്ടോ. രാജാവ് വിളിക്കുകയാണ്, ദാനിയേലെ. ബെൽസസ് എന്നാണ് അവന് പേര് ചെയ്യുന്നത്, പക്ഷെ എന്നാൽ രാജാവ് പറയുകയാണ്, ആമേ, നിന്റെ പേരിനെ നിന്നെ ചിലർ കളിയാക്കുന്നുണ്ട്, ചില പേരുകളൊക്കെ വിളിച്ചിരുന്നാൽ എന്ത് ചെയ്യും? നീ ആരെന്ന് യഥാർത്ഥമായി ദൈവം തെളിയിക്കാൻ പോവുക. അല്ല, ഇവിടെ പറയുകയാണ്, ഹല്ലേലൂയ. എന്നിട്ട് ദാനിയേൽ രാജാവ് ദീർഘായുസ്സോടെ ഇരിക്കട്ടെ എന്ന് പറയുകയാണ്. ഹല്ലേലൂയ. എനിക്ക് കേട് വരാതിരിക്കേണ്ടതിനാ ആമേൻ ദൈവം തന്റെ ദൂതനെ അയച്ചു ആമേൻ സിംഹത്തിന്റെ വായ അടച്ചു കളഞ്ഞു. ഞാൻ ദൈവസനെ കുറ്റമില്ലാത്തവനായെന്നും രാജാവെ തിരുമുഖം ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ലെന്നും ആമേൻ പറയുക. നോക്കുക, ആമേൻ അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ കുറ്റമില്ലാത്തവൻ, ആമേൻ രാജാവിനോട് തെറ്റ് ചെയ്യാത്തവൻ. ഹല്ലേലൂയ. നോക്കുക, എന്നിട്ട് നമുക്കറിയാം, ഹല്ലേലൂയ, ഈ കുറ്റം ചുമത്തിയവർ എല്ലാവരും എന്ത് ചെയ്തു? അവരെ മാത്രമല്ല കേട്ടോ, അവരുടെ സന്തതി, അവരുടെ കുടുംബങ്ങളെ പോലെയും ആ സിംഹത്തിന്റെ ദാനിയേൽ എന്ന് പറഞ്ഞ ഒറ്റയൊരുത്തിനെ സിംഹത്തിന്റെ ഗുഹയിലേക്ക് കയറ്റി വിട്ടു കേട്ടോ. പക്ഷെ അതിന് കാരണക്കാരായ സകലരെ അവിടെ കുടുംബങ്ങളെ എന്ത് ചെയ്തു? അമ്മൻ ദൈവം സന്ദർശിച്ചു. അവർ ഒരുത്തൻ പോലും അവശേഷിക്കാതെ വണ്ണം എന്ത് ചെയ്തു? ആ കുടുംബത്തെ ദൈവം സന്ദർശിച്ചു. കുഞ്ഞെ, ദൈവ പൈതലേ, നീ ദൈവത്തിന് വേണ്ടി നിന്നിട്ട് കഷ്ടം അനുഭവിക്കുന്നെങ്കിൽ നിനക്കെതിരായി നിൽക്കുന്നവരെ ദൈവം ചെയ്യും സന്ദർശിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നിന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണെന്ന് ദൈവം തെളിയിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് വിശ്വസ്തയോടെ ദാനിയേലിനെ പോലെ നീ വിശ്വസ്തയോടെ നിൽക്കുമെങ്കിൽ ഇതിൽ നിന്ന് വലിയൊരു ദൈവപ്രവൃത്തി, നീ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടങ്ങളിൽ നിന്ന് വലിയൊരു ദൈവപ്രവൃത്തി നിന്റെ ദൈവം ചെയ്യുവാനിടയായിത്തീരും. യേശുക്രിസ്തുവിന്റെ നാമം മഹത്വം എടുക്കട്ടെ. ആമേൻ.